ബിജെപിയുടെ കിസാൻ യോജനയ്ക്ക് മിനിമം വരുമാന പദ്ധതിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മറുപടി. പാർട്ടി അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ കുറഞ്ഞത് 72,000 രൂപ വീതം അക്കൗണ്ടിൽ ഉറപ്പാക്കുമെന്ന് രാഹുൽ പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ 20% പാവപ്പെട്ടവർക്കാണ് കുറഞ്ഞ വരുമാനം ഉറപ്പുവരുത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഏറ്റവും ശക്തമായ പദ്ധതിയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നത്. ഈ പദ്ധതിയിലൂടെ 5 കോടി കുടുംബങ്ങളിലെ 25 കോടി ജനങ്ങൾക്ക് നേരിട്ട് ഗുണഫലം കിട്ടും. എല്ലാം ഞങ്ങൾ കണക്കുകൂട്ടിയിട്ടുണ്ട്. ലോകത്ത് ഒരിടത്തും ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല. പാവപ്പെട്ടവന്റെ പണക്കാരന്റെ 2 ഇന്ത്യ ഉണ്ടാക്കണമെന്നല്ല തങ്ങളുടെ ആഗ്രഹമെന്നും രാഹുൽ പറയുന്നു. ദാരിദ്ര്യത്തിനെതിരെയുള്ള അവസാന പ്രകടനമാണ് ഈ പദ്ധതി. കഴിഞ്ഞ 5 വർഷമായി രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. അതേസമയം രാജ്യത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന ഈ പ്രഖ്യാപനത്തോടല്ലാതെ മറ്റു ചോദ്യങ്ങളോട് പ്രതികരിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. വയനാട് ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടില്ല. ഇക്കാര്യം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്യില്ലെന്നാണ് വിവരം. അതേസമയം വയനാട് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനം പറയാതെ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. അമേഠിക്ക് പുറമെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ഉത്തരം നൽകാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല. പ്രകടന പത്രികയിലെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് വാർത്താ സമ്മേളനമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാമെന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത്. വൈകിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗവും ചേരുന്നുണ്ട്. അമേഠിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി രാഹുൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ ധാരണയുണ്ടാകുന്ന വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദിച്ചിട്ട് രാഹുൽ വയനാടിനെ കുറിച്ച് ഒരു കാര്യവും മിണ്ടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.